അസ്സലാമു അലൈക്കും. അല്ല, തൻ്റെ വൈഫ് വന്നിട്ടില്ലേ? മക്കളുടെ കളിയിൽ മുഴുകിയിരുന്ന ജുനൈസിനോട് ഉവൈസ് തിരക്കി. പാലുകൂടി പ്രായമുള്ള കുഞ്ഞല്ലേ, ഇത്ര നേരമൊന്നും ഉമ്മമാരില്ലാതെ അവർക്ക് പറ്റൂലല്ലോ. ജുനൈസിൻ്റെ ഇരുത്തം കണ്ടിട്ട് കുട്ടികളിലാണ് അവൻ്റെ മുഴുവൻ ശ്രദ്ധയും. കുഞ്ഞ് വിശന്ന് കരിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു ചിന്തയുമില്ലാതെ ലാഘവത്തോടെയാണ് ഇരിപ്പും. ചോദിക്കാതെ ഇരിക്കാനായില്ല ഉവൈസിന്. അവൻ നോക്കുന്നത് എത്രയും ആ കുഞ്ഞ് വിശന്ന് കരഞ്ഞാലോ എന്നാണ്. ഡോ, കുഞ്ഞു വല്ലതും വിശന്ന് കരഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആണുങ്ങൾ പിടിച്ചാലൊന്നും കയ്യിൽ നിൽക്കൂല. ഉമ്മാൻ്റെ കൈ തന്നെ വേണം ആ നെഞ്ചിലെ ചൂടും. അവൻ്റെ മറുപടി ഒന്നും കിട്ടാഞ്ഞ് ഉവൈസ് വേവലാതിയോടെ പറഞ്ഞു കൊടുത്തു. ജുനൈസ് ഒന്ന് ചിരിച്ചു. അവൾക്ക് ഉപ്പാൻ്റെ കൈയും നെഞ്ചിലെ ചൂടുമാണ് ശീലം. ദൂരെ മാഞ്ഞു തുടങ്ങിയ ചുവന്ന ശോഭയിൽ കണ്ണുകൾ പായിച്ചവൻ എന്താ മനസ്സിലാവാത്തതുപോലെ ഉവൈസ് ചോദിച്ചു. അവൾക്ക് ഉമ്മയില്ല, ഉപ്പ മാത്രമേ ഉള്ളൂ. മോളെ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് അവൾ പോയി. ബ്ലീഡിംഗ് ആയിരുന്നു. എത്ര ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാലും പഠിച്ചും വിളിച്ചാൽ പിന്നെ പോകാതെ തരമില്ലല്ലോ. അന്ന് തൊട്ട് അവൾക്ക് ഉമ്മയും ഉപ്പയൊക്കെ ഞാൻ തന്നെയാടോ. കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചവൻ പറഞ്ഞു. സോറിട്ടോ, ഞാൻ അറിയാതെയാണ് ചോദിച്ചത്. ജുനൈസിൻ്റെ മറുപടിയിൽ ഒന്ന് വിഷമിച്ചാണ് ഉവൈസ് അത് പറഞ്ഞത്. താൻ വിഷമിക്കണ്ട. ഇങ്ങനെ ചോദ്യവും ഉത്തരവുമൊക്കെ ശീലമായി മാറിയതുകൊണ്ട് ഇപ്പോൾ അധികം വേദന തോന്നാറില്ല. എല്ലാത്തിനോടും ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഉവൈസ് വേദനയോടെ അവനെയും കുഞ്ഞിനെയും മാറി മാറി നോക്കി. ആരും കൊതിച്ചു പോകുന്ന ഒരു കുരുന്ന്. പക്ഷെ ഉപ്പാൻ്റെ ചിറകിൽ മാത്രം ഒതുങ്ങിപ്പോയി. പിന്നീട് അവർ പരസ്പരം കുറേ സംസാരിച്ചു. ജുനൈസിനെ കേൾക്കാനും അവനൊപ്പം ഒരു സൗഹൃദമുണ്ടാക്കാനും ഈ നേരം കൊണ്ട് ഉവൈസിന് സാധിച്ചു. ഇനിയും ഇരിക്കണ്ട ജുനൈസേ, മക്കൾ ചിലപ്പോൾ രാത്രി മാഷിയെ പാടുപെടുത്തും. ദേ, ഇവൻ ഉമ്മാൻ്റെ മണം കിട്ടിയാലേ ഉറങ്ങുള്ളൂ. ഞങ്ങൾക്കൊപ്പം ഇതുവരെ കിടന്നിട്ടില്ല അവൻ. സന്ധ്യയ്ക്ക് പുറത്തേക്ക് വിട്ടാൽ പിന്നെ രാത്രി അവനെയും കൊണ്ട് നടക്കണം മാഷി. കുഞ്ഞിനെ തൊട്ടിയിലും മാട്ടി ഇവനെ ഒക്കത്തും വെച്ച് നേരം വെളുപ്പിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇവൻ്റെ ശീലങ്ങൾ. കാണാൻ അടക്ക പോലെ ഉള്ളൂ എങ്കിലും ചില നേരത്തെ വാശി പിടിച്ചാലേ നിൽക്കില്ല എന്ന മാഷി പറയാറ്. നീ വരുന്നില്ലേ? ജുനൈസിനെ നോക്കി വീണ്ടും ചോദിക്കുമ്പോൾ കുഞ്ഞിനെയും എടുത്ത് അവനും എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ മക്കളല്ലേ? മോള് ഉപ്പച്ചി എന്നാണല്ലോ വിളിക്കുന്നത്? ജുനൈസിന് ആകാംക്ഷ തോന്നി. ഉവൈസ് ചിരിച്ചു. നിങ്ങൾക്കൊരു മോള് റബ്ബ് ഞങ്ങൾക്കത് നൽകിയില്ല. ഇതെൻ്റെ അനിയൻ്റെ മക്കളാണ്. ഉപ്പ എന്ന് കേൾക്കാനുള്ള പൂതി കൂടിയപ്പോൾ ഇവൾ വിളിച്ചു തുടങ്ങിയത് ഉപ്പച്ചി എന്നാണ്, അവളെ ഉമ്മയെന്നും. അപ്പോൾ മക്കളെ ഉപ്പയോ? ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല ജുനൈസിന്. അവന് ഇവരെ വേണ്ടാന്ന്. അവനിപ്പോൾ വേറെ ഒരു ഭാര്യയുണ്ട്. ഇത്രയും സ്നേഹം നിറഞ്ഞൊരു ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ എങ്ങനെയാണ് മറ്റൊരുവളെ കൂടെ കൂട്ടാൻ സാധിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല എനിക്ക്. അധികമായി കാണില്ല ബന്ധം തുടങ്ങിയിട്ട്. പക്ഷേ അവളെ വിവാഹം ചെയ്യണമെന്നും മാഷിയെ ഒഴിവാക്കുകയാണെന്നും ഒരു ഭാവി വ്യത്യാസവും കൂടാതെ അവൻ വീട്ടിൽ പറഞ്ഞു. ആരും എതിർക്കാൻ വരണ്ട എന്നും. നിങ്ങൾ കൂടെ നിന്നില്ലെങ്കിലും ഈ വിവാഹം നടക്കുമെന്ന് ഉപ്പയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ആദ്യം അവൻ കളി പറയുകയാണെന്ന് കരുതിയ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരിക്കൽ അവൻ കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നത്. 3 മക്കളെ ഉപ്പയായ ഇവനെ കെട്ടാതെ ഈ ബന്ധം അവസാനിപ്പിച്ചുകൂടെ എന്ന് ഉമ്മ അവളോട് കേണു പറഞ്ഞിട്ടും അവൾക്കൊരു കൂസലുമില്ലായിരുന്നു. അവൾക്ക് എൻ്റെ അനിയനെ മറക്കാൻ പറ്റില്ല എന്ന്. അന്ന് മാഷി പ്രസവം കഴിഞ്ഞ് വീട്ടിലായിരുന്നു. ഈ പ്രശ്നം അവളെ അറിയിക്കാതെ പറഞ്ഞ് ശരിയാക്കാമെന്ന് ഞങ്ങൾ വെറുതെ ധരിച്ചു പോയി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവൻ്റെ പിണക്കം മാറിയില്ല. ഇക്ക് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ മാഷി സുഹൈലായി വിളിച്ചു കരയും. എന്ത് പറ്റിയെന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്നുമൊക്കെ പലതും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു ഞങ്ങൾ. 40 കഴിഞ്ഞ് അവളുടെ നിർബന്ധപ്രകാരം വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവൾ വന്നാൽ അവൻ്റെ പിണക്കം തീരുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ കുഞ്ഞിനെ പോലെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല, അവളോടൊന്നും മിണ്ടിയില്ല. പിണക്കത്തിൻ്റെ കാരണം പറഞ്ഞില്ല. കരഞ്ഞ അവളുടെ കണ്ണുകളെ കണ്ടില്ല. പ്രസവിച്ച വയറിൻ്റെ വേദന അറിഞ്ഞില്ല. ചിലർ അങ്ങനെയാണ്. കൈവെള്ളയിലെ മാണിക്യം തിരിച്ചറിയാൻ സാധിക്കാതെ വലിച്ചെറിയും. കാലം അതിൻ്റെ മൂല്യം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നഷ്ടമായിട്ടുണ്ടാവും. അതിനുശേഷം ഒന്നിനു പിറകെ ഒന്നായി മാഷിയുടെ ഉമ്മയുടെ ഉപ്പയും മരണം. അതിൻ്റെ വേദനയിൽ നിന്ന് പുറത്തു കടക്കും മുമ്പേ അവൻ തലാക്ക് കൊണ്ട് അവളെ ജീവിതത്തിൽ നിന്നും പുറത്തെറിഞ്ഞിരുന്നു. ഒരു ദൈവവുമില്ലാതെ ആദ്യമായി കണ്ടുമുട്ടിയ 2 വ്യക്തികൾ ഇത്രയും ഉള്ളു തുറന്ന് ഇത്രയും സംസാരിക്കാൻ കഴിയുമോ? ഉവൈസും ജുനൈസും ഉള്ളു തുറന്ന് ഒരുപാട് സംസാരിച്ചു.
തിരിച്ചു നടക്കുമ്പോൾ ജുനൈസിൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് മാഷി എന്ന പേരായിരുന്നു. 3 കുഞ്ഞുമക്കളെ നെഞ്ചോട് ചേർത്ത് കരയുന്ന ആ പെണ്ണിൻ്റെ മുഖം അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു. നിസ്സഹായയായി വഴിയിൽ ഒറ്റപ്പെട്ടു പോയൊരു പാവം പെണ്ണ്. സേറ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ചിലപ്പോൾ 2 ദിവസം അവിടെ നിൽക്കേണ്ടി വരും ട്ടോ. ഓഫീസിലേക്ക് ഇറങ്ങുന്നേരം മാഹിൻ അവൻ്റെ ഭാര്യയോട് പറഞ്ഞു. താൻ കേൾക്കുന്നുണ്ടോ? മിണ്ടാട്ടമില്ലാതെ ഇരിക്കുന്നവളുടെ വീർത്ത കവിളിൽ അവനൊന്ന് മെല്ലെ കുത്തി. കണ്ണുകൾ ഇപ്പോഴും പരിഭവിച്ചു തുടങ്ങി. സേറ, ഇപ്പോഴേ എന്തിനാണ് മുഖം വീർപ്പിച്ചിരിക്കുന്നത്? പറ്റുമെങ്കിൽ നേരത്തെ എത്താം ഞാൻ. പറ്റില്ല മാനുക്ക, എനിക്ക് നിങ്ങളില്ലാതെ പറ്റൂല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ മാറി നിൽക്കുന്ന ഒരു ജോലി നിങ്ങൾ ചെയ്യണ്ടെന്ന്. പ്ലീസ് മാനുക്ക. എന്താ ഇത്? അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തി. പറ്റുമെങ്കിൽ വന്നേക്കാം സേറ, നീ സീനാക്കല്ലേ. 2 ദിവസമല്ലേ, ഉമ്മാനൊപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. തൽക്കാലം എനിക്ക് പോയേ പറ്റുള്ളൂ. തീർപ്പെന്ന പോലെ പറഞ്ഞ നേരം അവളുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകി. സേറ, നീ വെറുതെ കരയാതെ പറയുന്നത് കേൾക്കുന്നേ. അതെനിക്ക് അർജൻറ്റായിട്ട് പോവേണ്ട കാര്യമായത് കൊണ്ടല്ലേ? നിന്നെ വിട്ടു പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. എനിക്കും വിഷമമുണ്ട്. ഒരുവിധം അവളെ പറഞ്ഞ് മനസ്സിലാക്കി അവളുമായി താഴേക്ക് നടന്നു. ഇന്ന് മാഷിയെ കാണാൻ പോണം. ഉവൈസ് എത്തിയിട്ടുണ്ട് എന്ന് ഇന്നലെ വിളിച്ച് പറഞ്ഞതാണ്. തിരക്കൊഴിഞ്ഞ നേരം ഇല്ലാന്ന് തന്നെ പറയാം. ഓഫീസിൽ നിന്ന് വന്നാലും കുറേ മെയിൽസ് ഉണ്ടാവും ചെക്ക് ചെയ്യാനും റിപ്ലൈ കൊടുക്കാനൊക്കെ ആയിട്ട്. അത്രയ്ക്ക് ഓടിക്കിടക്കുന്നുണ്ട് താൻ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രണയം എന്നൊരു വികാരം അത് നഷ്ടപ്പെടുത്താൻ പറ്റാത്ത വിധം മനസ്സ് കീഴടക്കിയപ്പോൾ സ്വന്തത്തെ തന്നെ പണയം വെച്ച് പോയി. എവിടെ പോയാലും കണക്ക് നിരത്തേണ്ട അവസ്ഥ. പക്ഷേ സ്നേഹത്തിനോ സഹകരണത്തിനോ ഇതുവരെ കോട്ടം തട്ടിയിട്ടില്ല. അവനൊന്ന് നിശ്വസിച്ചു. ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞു. എന്താ സേറ മോളെ, 2 കൂടി വഴക്ക് കൂടിയോ? അവളുടെ തെളിച്ചമില്ലാത്ത മുഖം കാണെ ഉമ്മ അവളുടെ തലയിൽ തലോടി. ഉമ്മ, മാനുക്കാക്ക് 2 ദിവസം മീറ്റിംഗ് ഉണ്ടെന്ന്, വരില്ലെന്ന്. വിക്കിയും വിതുമ്പയും അവൾ പറഞ്ഞു. അതിനാണോ എൻ്റെ കുട്ടി ഇങ്ങനെ മുഖം ചുളുക്കിയിരിക്കണേ? അയ്യേ, ആവശ്യമില്ലാതെ അവനെങ്ങനെ പോവോ സേറ മോളെ? എന്നാലും ഉമ്മ, 2 ദിവസമൊക്കെ കാണാതിരിക്കാൻ വയ്യ എനിക്ക്. എങ്കിലും അവൻ്റെ കൂടെ പോവാൻ പാടില്ലായിരുന്നു സേറ മോളെ. നിങ്ങൾ 2 പേരെയും കാണാതെ ഞാനെങ്ങനെ ഇവിടുന്ന് മാറി നിൽക്കുന്നത്? അവൾ വീണ്ടും കരഞ്ഞു തുടങ്ങി. ഉമ്മയും ഉപ്പയും ആണവളുടെ ലോകം. അതിൽ അവൾ പോലും അറിയാതെ വിരുന്നു വന്നവനാണ് മാഹിൻ. ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് ആദ്യമായി കണ്ടപ്പോൾ തോന്നിയ ഇഷ്ടം. അവൻ്റെ അടുത്ത ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോൾ കൂട്ടുകാരും അവനെ സപ്പോർട്ട് ചെയ്തു. ഒരിക്കൽ അവളുടെ വീട്ടിൽ ചെന്ന് ഉപ്പയോട് നേരിട്ടങ്ങ് ചോദിച്ചു അവൻ, എനിക്ക് നിങ്ങളെ മോളെ ഇഷ്ടമാണെന്ന്. അത് ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല ഞാൻ. എൻ്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് തരാം ഞാൻ. അന്വേഷിച്ചിട്ട് ഇഷ്ടമായാൽ എനിക്ക് തന്നൂടെ എന്ന്. ഇപ്പോൾ ഞാൻ പഠിക്കുകയാണെങ്കിലും ഒരു ജോബ് സെറ്റായി കഴിഞ്ഞ് വീട്ടുകാരെ കൂട്ടി വന്നാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമോ എന്ന്. അവളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് മതി. ഒറ്റയ്ക്ക് വീട്ടിൽ കയറുമെന്ന് തൻ്റെ മകളെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ചെറുപ്പക്കാരനെ അയാൾക്കും ബോധിച്ചു. മറുപടി പറയാമെന്നൊരു വാക്കിൽ കൈകൊടുത്തു പിരിഞ്ഞു അവർ. പിന്നെ അവനെക്കുറിച്ചും വീടും ചുറ്റുപാടും തലമുറ വരെ അയാൾ ചികഞ്ഞ് പരിശോധിച്ചു. കുടുംബവും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടു. പഠിപ്പും വിവരവുമുള്ള കാണാനും ഭംഗിയുള്ളൊരു ചെക്കൻ. ആലോചന മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾക്കൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, മോൾ കൂടെ തന്നെ വേണം. മോളുടെ കല്യാണം കഴിഞ്ഞാലും അവളെ പിരിയാൻ തങ്ങൾക്കാവില്ല എന്നും. അതിന് അവനെ കൂടെ തന്നെ നിർത്തണം. പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അല്ല, നിർത്തണമെന്ന് അയാൾ കണക്ക് കൂട്ടി. കുറച്ച് വളഞ്ഞ വഴിയിലൂടെ ആണെങ്കിലും കുറഞ്ഞ നാളുകൾ കൊണ്ട് മാഹിൻ്റെ കുടുംബ ബിസിനസ്സിൽ വിള്ളൽ വീഴ്ത്താനും അതിൻ്റെ അടിവേര് തകർക്കാനും തുടങ്ങിയിരുന്നു അയാൾ. തൻ്റെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി ഒരു കുടുംബത്തെ തകർത്തിട്ട് ചിരിയുടെ മേലാപ്പ് ചൂടി ഒരുവിനെ പറ്റിച്ച കഥ ആരും അറിയാതെ പോയി. ഇപ്പോഴും ഉപ്പ എന്ന ഉള്ളു നിറഞ്ഞ വിളിയിൽ ഒരുവൻ വീണ്ടും വീണ്ടും കബളിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നു. കാലം തെളിമയോടെ പലരും ചികഞ്ഞ് പുറത്തിടുമെന്നറിയാതെ അയാൾ വീറോടെ ചിരിക്കുന്നു. മാഷി, മോള് പറയാറുള്ള അപ്പുറത്തെ വാവില്ലേ, അതിന് ഉമ്മയില്ല. പ്രസവത്തോടെ മരിച്ചു പോയതാണെന്ന്. അയാൾ ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെ നോക്കുന്നത്. വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന്. എന്ത് കഷ്ടമല്ലേ മാഷി? ഇന്നലെ ഉവൈസക്ക പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു പോയി. രാവിലെ പ്രാതലിന് വേണ്ടിയുള്ള പണിക്കിടയിൽ സുഹൈല ഇന്നലെ കേട്ട വാർത്ത മാഷിയോട് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഉമ്മയും ഉപ്പയൊക്കെ നോക്കില്ലേ കുഞ്ഞിനെ? മാഷിയുടെ പുരികം ചുളിഞ്ഞു. അവരത്ര രസത്തിലല്ലാന്ന്. അത് അവരുടെ രണ്ടാനുമാണല്ലോ. അപ്പോഴേക്കും മാഷിക്ക് ഓർമ്മ വന്നു, അവർ ആദ്യമായി ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒരു മോനെക്കുറിച്ചോ ഒരു കുഞ്ഞുണ്ട് വീട്ടിലെന്നോ പറഞ്ഞില്ല. 2 മക്കളുണ്ട്, 2 പുറത്ത് പഠിക്കുകയാണെന്ന് പറഞ്ഞത്.
അല്ല, രണ്ടാളും ഇവിടെ കിന്നാരം പറഞ്ഞ് നിൽക്കാണോ? ഉവൈസ് അങ്ങോട്ട് വന്നൊന്ന് എത്തി നോക്കി. ഇനി എന്തെങ്കിലും വേണോ സുഹൈല? ഒരു പായസം കൂടി വെക്കാൻ സമയം കിട്ടോ? അടുക്കളയുടെ കോലം കണ്ട് മടിച്ചിട്ടാണ് പായസത്തിൻ്റെ കാര്യം പറഞ്ഞത്. അവന് പായസം ഒരു വീക്ക്നെസ്സാണ്, പ്രത്യേകിച്ച് എല്ലാവരും കൂടി ഉള്ളപ്പോൾ. നിങ്ങളെ കൊതി മാറിയില്ലേ ഇതുവരെ ഉവൈസുക്ക? മാഷി ചിരിയോടെ കളിയായി ചോദിച്ചു. അപ്പോഴേക്കും പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങി. കൂടെ മക്കളുടെ ഉച്ചത്തിലുള്ള ചിരിയും വർത്താനവും. മക്കളുടെ ചിരിയും സംസാരവും കൊഞ്ചലുമൊക്കെ കേട്ട് മാഹിയനാകുമെന്ന് വിചാരിച്ചാണ് ഉവൈസ് പുറത്തേക്ക് വന്നത്. ഒരു വിളറിയ ചിരിയുമായി ജുനൈസാണ് മുന്നിൽ. വാവേ വാവേ എന്ന് പറഞ്ഞ് മോള് തുള്ളിച്ചാടുന്നുണ്ട്. അതിനൊപ്പം നാണം കുണുങ്ങി മുസമ്മവും അവളുടെ ഫ്രോക്കിൽ പിടിച്ച് ചിരിക്കുന്നുണ്ട്. വാ, കയറി വാ ജുനൈസേ. ഉവൈസ് അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു ഉപകാരം ചെയ്യോ ഉവൈസേ? അല്പം വിഷമം പിടിച്ചാണ് അവൻ്റെ നിൽപ്പ് നോട്ടോ. എന്തോ കാര്യമായി പറയാനുണ്ട് എന്ന പോലെ. എന്താടോ, എന്താ? താൻ പറയേ. ഉവൈസ് ഒരു പടി കൂടി കടന്ന് പുറത്തേക്കിറങ്ങി. എൻ്റെ അനിയനൊരു ആക്സിഡൻറ്റ്. അർജൻറ്റായി ബ്ലഡ് വേണം. റെയറായതുകൊണ്ട് കിട്ടാൻ അല്പം പാടാണ്. ഉപ്പയൊക്കെ ഹോസ്പിറ്റലിലാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. മോളെ കുറച്ച് നേരത്തേക്കൊന്ന് നോക്കാൻ പറ്റുമോ? കൂടെ കൊണ്ടുപോകാൻ ഒട്ടും പറ്റാഞ്ഞിട്ടാ. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചെത്താം. ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. പ്രിയപ്പെട്ട ഒരാൾക്ക് തൻ്റെ സഹായം ആവശ്യമായ സമയം മോളെ കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥ, അത് രണ്ടും യുനൈസിൻ്റെ മുഖത്ത് വ്യക്തമായി കാണാം. ഡോ, അതിന് താനെന്തിനാ എത്ര വിഷമിക്കുന്നത്? താൻ പോയിട്ട് വാ ജുനൈസേ, മോളെ ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ഉമ്മമാരൊക്കെ ഉണ്ടോ? അവൻ്റെ തോളിലൊന്ന് തട്ടി മോളുടെ കവിളിൽ മെല്ലെ വലിച്ചു ഉവൈസ് പറഞ്ഞു. മോൾക്ക് മക്കളെ പരിചയമുണ്ട്. ആദ്യമായിട്ടാ ഇങ്ങനെ ഞാൻ മോളെ കൂട്ടാതെ. ഇവളെ എങ്ങനെയൊന്നും അറിയില്ല. കരച്ചിലും മറ്റും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഉവൈസേ. വീണ്ടും അവന് പരിഭ്രമം തോന്നി. താനെന്നൊരു കൂട്ടിൽ വളർന്ന കുഞ്ഞ് തന്നെ കാണാതെ കരയുമോ, വിഷമിക്കുമോ, നിർബന്ധം പിടിക്കുമോ എന്നൊക്കെ. താൻ വല്ലതും കഴിച്ചോ ജുനൈസേ? വാ, വല്ലതും കഴിച്ചിട്ട് ഇറങ്ങാം. അവൻ്റെ തളർന്ന കണ്ണുകൾ കാണുമ്പോൾ തന്നെ അറിയാം ഒന്നും കഴിക്കാതെ ആരിപ്പൂണ്ട് നിൽപ്പാണെന്ന്. വേണ്ട ഉവൈസേ, ഞാൻ അല്പം കഴിച്ചിരുന്നു. ഇനിയും നിൽക്കാൻ സമയമില്ല. ഞാൻ ഇറങ്ങട്ടെ. മോൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ വാശിയൊന്നുമില്ല കേട്ടോ. മോളെ അവൻ്റെ കയ്യിൽ മെല്ലെ വെച്ചു കൊടുത്ത് ജുനൈസ് നടന്നു. മാമാ, വാവ എനിക്ക് തന്നതാണോ? പുറത്ത് ഗേറ്റ് തുറന്നിരുന്നങ്ങനെ നോക്കി മോള് ഉച്ചത്തിൽ ചോദിച്ചു. ഞാൻ വരുമ്പോൾ തന്നാൽ മതി കേട്ടോ വാവേ. അതുവരെ മോള് നോക്കണം കേട്ടോ. അവൾക്ക് നേരെ കൈവീശി അവൻ. ഡാ മുസമ്മ, നോക്കേ, എനിക്ക് തന്നിട്ട് പോയതാണ്. ഉമ്മച്ചി, ഇതേ നോക്ക്, അപ്പുറത്തെ വാവ എനിക്ക് തന്നിട്ട് പോയതാ. ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉവൈസിൻ്റെ കയ്യിൽ നിന്ന് മോളെ എടുക്കാൻ നോക്കിക്കൊണ്ട് അവളെ കിലുങ്ങി ചിരിച്ചു. പുറത്തെ സംസാരം കേട്ട് മാഷിയും സുഹൈലയും ഹാളിലേക്ക് വന്നിരുന്നു. സുഹൈലക്ക് കുഞ്ഞുമക്കളെ കണ്ടാൽ ആദ്യം വേദനയാണ് തോന്നാറ്. കിട്ടാത്ത സൗഭാഗ്യമോർത്തൊരു വേദന. മെല്ലെ അവളുടെ കൈ വയറിനെ തഴുകി കടന്നു. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറാൻ കൊതിക്കുന്നൊരു വേദന. ആരും കാണാതെ ആ വേദന കുഴിച്ചു മൂടുമ്പോൾ ഉവൈസും അവളുടെ ഉദരത്തിലേക്ക് ഒന്ന് നോക്കിയിരുന്നു. വീർത്ത് വരുന്നൊരു വയർ, അതിൽ ഉമ്മാനെ ചവിട്ടിയും തള്ളിയും പാഞ്ഞു നടക്കുന്നൊരു പൈതൽ. ഉപ്പാൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നൊരു നിമിഷം. വേദന നിറയുമ്പോഴും ആ കുഞ്ഞിന് വേണ്ടി ക്ഷമിക്കുന്നൊരു നേരം. ആഗ്രഹമാണ് റബ്ബേ, ഇനിയും പരീക്ഷിക്കാതെ സ്വന്തമെന്ന് പറയാൻ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകണേ നാഥാ. ഹൃദയം മുരുകി അവൻ പ്രാർത്ഥിച്ചു. കൂടെ കുഞ്ഞിനെ സുഹൈലാൻ്റെ കയ്യിൽ കൊടുത്തു. മാഷിയെ ഒന്ന് നോക്കി ചിരിച്ചു. അവളും തങ്ങളെ ഉറ്റുനോക്കി നിൽപ്പാണല്ലോ. നിസ്സംഗമായ അവളുടെ കണ്ണുകളും തങ്ങളുടെ വേദനയിൽ നിറഞ്ഞു. മക്കളുടെ കളിയിൽ കുഞ്ഞിപ്പെണ്ണ് മോണ കാട്ടി ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ വർത്താനം അവരോടൊക്കെ പറയുന്നുണ്ട്. അതിനൊപ്പം പിടിച്ച് മോളും അവളോട് വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിച്ചു കൊണ്ടേയിരുന്നു. മുഖത്തെ ഭാവങ്ങൾ വിരിയിച്ച് ചിലപ്പോൾ പൊട്ടിച്ചിരിച്ചും ചിലപ്പോൾ ഗൗരവം നടിച്ചും കുഞ്ഞിപ്പെണ്ണ് കഥകൾ പറഞ്ഞു. ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിയിൽ ഓടിക്കയറുമ്പോൾ ജുനൈസ് കിതച്ചു പോയിരുന്നു. ഉപ്പ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഉപ്പ, അവൻ എങ്ങനെയുണ്ട്? തന്നെ ഇഷ്ടമല്ലാത്തവൻ ആണെങ്കിൽ പോലും തനിക്ക് അവൻ സ്വന്തം തന്നെയാണ്. ഒരു ചോരയിൽ പിറന്നവൻ. ഒന്നും പറയാറായിട്ടില്ല എന്നാ പറഞ്ഞത്. എങ്കിലും പ്രതീക്ഷ കൈവിടണ്ടായിരുന്നു. 24 മണിക്കൂർ, അതാണ് അവർ പറയുന്ന സമയം. ബ്ലഡ് ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നാലും നമ്മൾ ബ്ലഡ് കൊടുക്കേണ്ടി വരും. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എമർജൻസി വന്നാൽ ആവശ്യമാണല്ലോ. ഉപ്പാക്കൊപ്പം അകത്തേക്ക് കയറി. ആദ്യം ICUവിൻ്റെ അടുത്തേക്ക് പോയി. ഉമ്മ അവിടെ തലയും താഴ്ത്തി ഇരിപ്പുണ്ട്. ഇടയ്ക്ക് തോരാത്ത കണ്ണുനീർ സാരിത്തലപ്പ് കൊണ്ട് ഒപ്പുന്നുണ്ട്. അവരുടെ ആദ്യത്തെ മകൻ, സ്നേഹം മാത്രം വളർത്തിയ അവരുടെ മകൻ. സഹിക്കാൻ പറ്റില്ലല്ലോ ഒരു ഉമ്മയ്ക്കും ഉപ്പയ്ക്കും.
കാണാൻ പറ്റിയില്ലെങ്കിലും ഗ്ലാസ് റോഡിലൂടെ പതിയെ അകത്തേക്ക് നോക്കി. ഇളം റോസ് നിറത്തിലുള്ള കർട്ടനുകൾ കൊണ്ട് അവിടെ മാകെ മറച്ചിട്ടുണ്ട്. വെറുതെ അല്പനേരം അവിടെ നിന്നതിന് ശേഷം ബ്ലഡ് കൊടുക്കാൻ പോയി. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങാൻ നേരം ഉപ്പ മെല്ലെ എൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ എന്തൊക്കെ എൻ്റെ കുട്ടിയോട് കാണിച്ചിട്ടുണ്ടെങ്കിലും മോനത് പൊരുത്തപ്പെട്ട് കൊടുക്കണം കേട്ടോ. ഒന്നാം തരമെന്നോ രണ്ടാം തരമെന്നോ ഉപ്പാക്കില്ല. 3 മക്കളും ഒരുപോലെയാണ് എനിക്ക്. അവൻ്റെ കിടപ്പ് കാണുമ്പോൾ നിന്നോട് കാണിച്ചു കൂട്ടിയതിനുള്ള ഫലമാണോ എന്ന ഉള്ളിൽ. ഇത്രയും പറഞ്ഞതും കണ്ണിൽ നിന്നും ധാര പോലെ കണ്ണുനീർ ഒലിച്ചു തുടങ്ങിയിരുന്നു ഉപ്പയിൽ. ജുനൈസ കൈ കൂട്ടിപ്പിടിച്ചു. എനിക്കൊരു പ്രയാസമില്ലപ്പാ. എനിക്കും അവൻ സ്വന്തം ചോര തന്നെയാ. അകറ്റി മാറ്റിയാലും എനിക്കവൻ അനിയൻ തന്നെയാ. 2 പേരും കണ്ണിൽ തുടച്ചു. നീ എന്നാ പൊയ്ക്കോ ജുനൈസെ. മോള് വാശി കാട്ടിയാൽ എന്താ ചെയ്യുക? താൻ കൂടെ വേണമെന്ന് ഉപ്പാക്കുണ്ടെങ്കിൽ കൂടി മോളെ ഓർത്ത് പറഞ്ഞതാണെന്ന് എനിക്കും അറിയാം. ഞാനിത് ചായ കുടിച്ചു വരാമെന്ന് പറഞ്ഞ് ഉപ്പ 2 ചുവട് വെച്ചതും ജുനൈ എന്ന വിളിയോടെ വീണു പോയിരുന്നു. കൈകൾ കൊണ്ട് താങ്ങി നിർത്തിയിട്ടും കയ്യിൽ നിന്നും നിലത്തേക്ക് ഉതിർന്നു പോകുന്ന ഉപ്പയെ നെഞ്ചോട് ചേർത്തുയർത്തി കണ്ടുനിന്ന് ആരൊക്കെയോ റൂമിന് വേഗം ചേർന്ന് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. അവിടെ തന്നെ ഒരു മിനി ICU കൂടെയുണ്ട്. ഉപ്പയെ അകത്ത് കയറ്റി നിർവികീരനായി പുറത്തേക്ക് നടക്കുമ്പോൾ കണ്ണുകൾ കാഴ്ച നിറഞ്ഞ് മങ്ങി തുടങ്ങിയിരുന്നു. ഉപ്പയെ കാണാത്ത സങ്കടം മുഖത്ത് വരുന്നതും ഇടയ്ക്ക് ചുണ്ടെന്ന് വിതുമ്പതും ചുറ്റിനും നോക്കുന്നതും കണ്ടാണ് ആദ്യമായി മാഷി അവളെ എടുക്കുന്നത്. മോനേക്കാളും 1-2 മാസത്തെ ചെറുതാണ് അവൾ. പാവക്കുട്ടിയെപ്പോലെ തൻ്റെ കയ്യിൽ അവൾ ഒതുങ്ങിയിരുന്നു. മോനെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിന് ഒട്ടും ഭാരമില്ലാത്തതുപോലെ തോന്നി മാഷിക്ക്. ഉമ്മ ഇല്ലാത്തത് കൊണ്ട് വന്നതാവും. പിന്നെ അവളുടെ കയ്യിൽ നിന്നും മറ്റാരിലേക്കും പോവാതെ തോളിൽ തന്നെ ചാഞ്ഞു കിടന്നു മോള്. അവളെയും എടുത്തുകൊണ്ട് തന്നെ ജോലികൾ സഹായിച്ചു കൊടുത്തു. മോളെയും എടുത്ത് ഒന്നും ചെയ്യണ്ട എന്ന് സുഹൈലത്താന്ന് കുറേ നേരം പറഞ്ഞെങ്കിലും മോനെ എടുത്ത് ദിനവും ജോലി ചെയ്ത് തീർക്കുന്ന തനിക്ക് അതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചു. ജോലിയൊക്കെ ഒരുക്കി വന്നപ്പോഴേക്കും മോള് ഉറക്കം തൂങ്ങിയിരുന്നു. ഇടയ്ക്ക് മോൻ പരിഭവത്തോടെ കൈനീട്ടി ഉമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കയ്യിലിരിക്കുന്ന പുതിയ ആളെ കണ്ട വിഷമവും ആ കുഞ്ഞി കണ്ണിൽ കാണാം. റൂമിലേക്ക് നടക്കും മുന്നേ അവനെയും കൂടി എടുത്തു പിടിച്ചു. ഇപ്പോൾ അവന് ചിരിയാലെ തോളിൽ ചുറ്റിപ്പിടിച്ചു. മറുവശത്തിരിക്കുന്ന മോളെ നോക്കി. എൻ്റെ കവിളിൽ വീണ്ടും വീണ്ടും ഉമ്മകൾ തന്നു. എൻ്റെ ഉമ്മച്ചിയാണെന്ന് അവളെ കാണിക്കാൻ വേണ്ടിയെന്ന് തോന്നിപ്പോവും. മക്കൾക്ക് 4 പേർക്കും ആഹാരമൊക്കെ കൊടുത്തിരുന്നു. ഇനി ഇവരെ 2 പേരെയും ഉറക്കണം, കുളിക്കണം, നിസ്കരിക്കണം. ബാക്കി 2 പേര് ഉപ്പച്ചിയുടെ ഫോണിൽ കഥ കാണുന്നുണ്ട്. ഡോറയുടെ കഥ. അതിൽ പറയുന്നതിനോടൊപ്പം മോളും മേറ്റി പറയുന്നുണ്ട്. മോനെ കട്ടിലിരുത്തി കുഞ്ഞിപ്പെണ്ണിനെ തൊട്ടിലേക്ക് കിടത്തി മാഷി മെല്ലെ ദിക്റ് ചൊല്ലി തൊട്ടിലാട്ടിക്കൊടുത്തു. തൊട്ടിലിൻ്റെ ആട്ടത്തിനൊപ്പം അവളുടെ കണ്ണുകളും അടഞ്ഞു തുടങ്ങി. സാവധാനം ആട്ടൽ നിർത്തി അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി. പിന്നെ മോനെ എടുത്ത് നെഞ്ചോട് ചേർത്തു. പാല് കിട്ടിയാലേ അവന് ഉറക്കം വരുള്ളൂ. ഉറക്കത്തിൻ്റെ ഇടയിലും ചുണ്ടിൻ്റെ അരികിൽ നിന്നും ഊർന്നു വീഴുന്ന പാലയ്ക്ക് തുടച്ചു കൊടുത്ത് മോനെ കട്ടിലിൽ ചേർത്ത് കിടത്തി ഒരു തലയണ വെച്ച് കൊടുത്തു മാഷി. ഇനി വേഗത്തിൽ കുളിക്കണം. സമയമെടുത്തുള്ള കുളിയും കഴുകലൊക്കെ ഇപ്പോൾ സ്വപ്നം പോലെയാ. മിനിറ്റുകൾ കൊണ്ട് ഇപ്പോൾ എല്ലാതും കഴിഞ്ഞു പോകുന്നുണ്ട്. കുളിയൊക്കെ പേരിന് മാത്രം വന്ന പോലെ ആയിട്ടുണ്ട്. ഓർത്തപ്പോൾ അവൾക്ക് ചിരി വന്നു. എല്ലാ ഉമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാവും. സ്വന്തം ശരീരത്തിനേക്കാൾ മക്കൾക്ക് മുൻതൂക്കം നൽകും. എന്നിട്ടോ ചിലർക്ക് അതെ സന്തോഷവും, ചിലർക്ക് പിന്നെ ദുഃഖവും. തലയിൽ കൂടി ഊർന്നിറങ്ങുന്ന വെള്ളം ശരീരത്തിൽ തണുപ്പ് പടുത്തിരുന്നു. ഇന്നല്പം ആശ്വാസമുണ്ട്. സുഹൈലത്ത ഉണ്ടല്ലോ. അതുകൊണ്ട് അല്പം സമയമെടുത്ത് തന്നെ ഒന്ന് കുളിച്ചു. മക്കളുടെ 1-2 തുണികൾ സോപ്പ് പൊടിയിൽ കുതിർത്തി വെച്ചത് കൂടി കഴുകിയെടുക്കണം. ഉറക്കത്തിൽ ഞെട്ടി മോളുറന്നു. ഉപ്പയെ തേടും പോലെ അവളുടെ കണ്ണുകൾ പരക്കെ പാഞ്ഞു. പിന്നെ ചുണ്ടുകൾ പിളർത്തി ഒന്ന് ചുണങ്ങി. മെല്ലെ മെല്ലെ ആ ചിണങ്ങലുകൾ കരച്ചിലായി മാറി. കൈ 2 മുറുകെ പിടിച്ച് ശ്വാസം പിടിച്ചു വെച്ച് അവൾ ഉച്ചത്തിൽ കരഞ്ഞു. സുഹൈലയും ഉവൈസയും കുഞ്ഞിനെ മാറി മാറി എടുത്തു നോക്കി. പരിചയക്കുറവ് കൊണ്ട് മോള് അവരെ മുഖത്തേക്ക് നോക്കുകയും വീണ്ടും നിർത്താതെ കരയുകയും ചെയ്തു. മാഷി കുളി കഴിഞ്ഞോ? ആ കുഞ്ഞ് വലിയ കരച്ചിലായി. എടുത്തിട്ടൊന്നും നിർത്തുന്നില്ല. നീ വേഗം ഒന്ന് വരുമോ മാഷി? സുഹൈല വെപ്രാളത്തിൽ വിളിച്ചു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് കയ്യിലെ ഡ്രസ്സ് എങ്ങനെയോ എടുത്തിട്ട് അവൾ പുറത്തേക്കിറങ്ങി. തലയിലെ വെള്ളം പോലും തോർത്തി കഴിഞ്ഞില്ല. ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികളെ വകവെക്കാതെ മുടി ചുറ്റിക്കെട്ടി ഷാളും എടുത്തിട്ട് ഹാളിലേക്ക് ഓടി. കരച്ചിൽ നിർത്തുന്നില്ല മാഷി. പരിചയമില്ലാഞ്ഞിട്ടാവും. സുഹൈല മോളെ ഒന്ന് മാഷിയെ ഏൽപ്പിച്ചു. മോളെ ദേ നോക്കിക്കേ. കയ്യിലെ കിലുക്കം അവൾ നേരെ കാണിച്ച് ഉവൈസ് അത് കിലുക്കി കാണിച്ചു.
അതിൻ്റെ ശബ്ദം കേട്ടതും അവളൊന്നുകൂടി കരച്ചിലിൻ്റെ സൗണ്ട് കൂട്ടി. മോളും മുസമ്മവും അവളുടെ കരച്ചിൽ കണ്ട് അടുത്തേക്ക് പോലും വരാതെ തെല്ലകലത്തിൽ നോക്കി നിൽപ്പുന്നുണ്ട്. മാഷി അവളെ നെഞ്ചോട് ചേർത്ത് ഒതുക്കി പിടിച്ചു. കരയില്ലേ വാവേ, കരയില്ലേ. മോളെയും കൊണ്ട് റൂമിലേക്ക് കയറി അവളെ കുറച്ചു നേരം തട്ടിക്കൊടുത്ത ശേഷം കരച്ചിലിൻ്റെ ആക്കം കുറച്ചു. അവളൊന്ന് കരച്ചിൽ നിർത്തി മാഷിയെ നോക്കി. കണ്ണൊക്കെ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു നിൽപ്പുന്നുണ്ട്. മുഖം ചുവന്ന് തുടിത്തിട്ടുണ്ട്. കരച്ചിലിൻ്റെ നേരിയ അങ്ങൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ ആ കുഞ്ഞു മുഖത്തേക്ക് മുഖം ചേർത്ത് മൃദുവായി ഉമ്മ വെച്ചു. അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ നെഞ്ചിലേക്ക് ചൂടിലേക്ക് മുഖം ചേർത്ത് അവൾ വീണ്ടും ഒരു ഉറക്കത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു ഉമ്മയുടെ ആകുലതയും വേദനയും സന്തോഷവും നിറച്ച് മാഷി അവളെ ഒന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.